ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ CUET PG 2024ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്ത 19th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. എ ഡീനാച്ചുറേഷൻ, ബി അനീലിംഗ്, സി എക്സ്റ്റൻഷൻ, ഡി സൈക്ലിംഗ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCR ആണ്. PCR എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളൊരു സാമ്പിൾ DNA സീക്വൻസോ അല്ലെങ്കിൽ DNA സാമ്പിളോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നിരിക്കുന്ന കോപ്പി നമ്പറിനെക്കാട്ടും കൂടുതൽ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യലാണ് മെയിൻ ആയിട്ട് PCR ഉദ്ദേശം. ഓക്കെ, പലതിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ടും അല്ലാതെ ഏകദേശം എല്ലാ എക്സ്പെരിമെന്റ്സിലും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു പ്രൊസീജിയർ ആണ് എന്ത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മേജർ സ്റ്റെപ്സ് അല്ലെങ്കിൽ മേജർ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സീക്വൻസ് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം തന്നിരിക്കുന്നത് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ആൻഡ് സൈക്ലിംഗ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന സാമ്പിൾ DNA സാമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതിന്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രാൻഡിനെ എന്ത് ചെയ്യണം? ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യണം, സിംഗിൾ സ്റ്റാൻഡ് ആക്കി മാറ്റണം. അപ്പൊ ആ സെപ്പറേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇസ് ഡീനാച്ചുറേഷൻ. ഓക്കെ, ഇനി അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമേഴ്സ് ഉണ്ടാവും. ഈ DNA സീക്വൻസസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കോംപ്ലിമെന്ററി പ്രൈമേഴ്സ് ഉണ്ടാവും. ചെറിയ സീക്വൻസ്, ഷോർട്ട് ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ് പ്രൈമേഴ്സ് നമ്മൾ പറയാം. ഒരു 18 അബവ് ബേസ് പെയർസ് ഒക്കെ ഉള്ള സ്മോൾ സീക്വൻസസ് ആണ് ഒലിഗോ എന്ത് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സീക്വൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള DNA ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സീക്വൻസ് എന്താണ്, അതിന്റെ ബേസ് പേസ് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ പ്രൈമേഴ്സ് ഫോം ചെയ്തിട്ട് ഈ പ്രൈമറിനെ എന്ത് ചെയ്യും? ഈ ഡീനാച്ചുറേഷൻ നടത്തിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെപ്പറേഷൻ നടത്തിയിരിക്കുന്ന DNA സീക്വൻസിന് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? കോംപ്ലിമെന്ററി ആയിട്ടുള്ള പോർഷനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? അനീലിംഗ് ഓഫ് പ്രൈമേഴ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താ? ഇനി നമ്മൾ അറ്റാച്ച് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് പുതിയൊരു സീക്വൻസ് ഫോം ചെയ്യുക, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള DNA സ്ട്രാൻഡ്സിനെ അതിനെ ടെംപ്ലേറ്റ് ആക്കി വെച്ചിട്ട് അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു സ്ട്രാൻഡ് വരണം. അപ്പം അങ്ങനെ സ്ട്രാൻഡ് വരണം എന്നുണ്ടെങ്കിൽ പ്രൈമർ പ്രോപ്പർ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണം. ആ പ്രൈമറിൽ നിന്ന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ എന്ത് കൊടുക്കുകയും വേണം? നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയോടൈഡ്സ് കൊടുക്കുകയും വേണം. പ്രൈമറിന് ശേഷം വരുന്ന കോംപ്ലിമെന്ററി പോയിന്റ്സ് ഏതൊക്കെയാണോ അതിനനുസരിച്ച് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും? ന്യൂക്ലിയോടൈഡ്സ് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രാൻഡിന് എന്ത് സംഭവിക്കുന്നുണ്ട്? എക്സ്റ്റൻഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ? കോംപ്ലിമെന്ററി ആയിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് ആ സിംഗിൾ സ്ട്രാൻഡ് ആയി ഉണ്ടായിരുന്ന DNA ഇപ്പൊ പുതിയ ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ സ്റ്റേജിൽ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് സ്റ്റേജസും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഡീനാച്ചുറേഷൻ സംഭവിച്ചു, അനീലിംഗ് സംഭവിച്ചു, എക്സ്റ്റൻഷൻ സംഭവിച്ചു. എക്സ്റ്റൻഷന് ശേഷമാകുമ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്? നമ്മൾ കൊടുത്തിരിക്കുന്ന DNA-നെക്കാട്ടും ഡബിൾ ദ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോം ചെയ്തിരിക്കുന്ന ഡബിൾ സ്ട്രാൻഡിനെ വീണ്ടും ഡീനാച്ചുറേറ്റ് ചെയ്ത് വീണ്ടും ബാക്കി പ്രൊസീജിയർ അല്ലെങ്കിൽ വീണ്ടും ബാക്കി സ്റ്റെപ്പുകൾ നടക്കണം. അപ്പൊ ഇതിങ്ങനെ സൈക്കിൾ പോലെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ തന്നെ പ്രോപ്പർ ആണ്. ABCD എന്നുള്ളതാണ് എന്ത്? PCR-ന്റെ പ്രോപ്പർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 ടു ലിസ്റ്റ് 2. ഒരുപാട് മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇതും അതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് സോൾവ് ചെയ്യാൻ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ നമുക്ക് എല്ലാം അറിയില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടെണ്ണോ അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഓപ്ഷൻസ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാനും ചൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം മാച്ച് ദ ഫോളോയിങ് ഒരിക്കലും മൊത്തം അറിയില്ല എന്നുള്ള രീതിക്ക് സ്കിപ്പ് ചെയ്ത് വിടരുത്. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ അത് മാത്രം ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് ആൻസർ? അത് തന്നെ ആയിരിക്കും അതിന് ആൻസർ. ബാക്കി അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കൊരു വൈൽഡ് ഗെസ് നടത്താം. റിസ്ക് ആണ്, പക്ഷെ നിങ്ങൾക്ക് അധികം ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ സോൾവ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ പീരിയഡിസവും അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോ ഫോട്ടോ പീരിയഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ എക്സ്പോജർ എത്രത്തോളം ഉണ്ട്, എന്ത് ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ് എക്സ്പോസ്ഡ് ആവുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക, ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഫോട്ടോ പീരിയഡിസം ആയിട്ട് റിലേറ്റഡ്. എന്തിന്റെ കേസിൽ? പ്ലാന്റ്സിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ഡേ പ്ലാന്റ്സ്, PR, ലോങ് ഡേ പ്ലാന്റ്സ്, PFR.
എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡേ ലൈറ്റ് പീരിയഡ് ഓഫ് 14 to 16 hours, absorbs light at 730 to 35 nanometer, dark period of about 14 to 16 hours, absorbs light at 660 to 665 nanometer. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഷോർട്ട് ഡേ പ്ലാൻസും ലോങ് ഡേ പ്ലാൻസും നോക്ക്. രണ്ടും സിമിലർ ആയിട്ട്, ലൈക്ക് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. ഒരേ രീതിക്ക് എത്ര ലൈറ്റ് എക്സ്പോസ് ആവുന്നുണ്ട്, എത്രത്തോളം ഡേ ലൈറ്റ് ആവശ്യമുണ്ട്, എത്രത്തോളം ഡേ ലൈറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ഡേ ആണോ ലോങ് ഡേ ആണോ. ഓക്കെ, ഷോർട്ട് ഡേ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ലൈറ്റ് അതിന് കുറവായിരിക്കും. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും 14 to 16 hours എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൊടുത്തിരിക്കുന്നത് ഡേ ലൈറ്റും മറ്റേതിൽ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് പീരീഡ് ആണ്. അപ്പൊ ഷോർട്ട് ഡേ പ്ലാൻസിന് ഡേ ലൈറ്റ് കുറവാവും എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് കൂടിയിട്ടുണ്ട്, ഡാർക്ക് പീരീഡ് കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡാർക്ക് പീരീഡ് ഓഫ് അബൌട്ട് 14 to 16 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേന്റെ മേജർ, ഒരു മൊത്തം 24 hours എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി പോർഷൻ അവർക്ക് വരുന്നത് എന്താ, ഡാർക്ക് പീരീഡ് ആണ് അല്ലെ. ഒരു 16 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എന്ന് പറയുന്നത് 12 അല്ലേ, 12-നേക്കാളും കൂടുതലാണ്, 14 to 16 ആണ് വരുന്നത് അല്ലെ. അപ്പം ഡാർക്ക് പീരീഡ് ആണ് അവർക്ക് എന്ത് കൂടുതൽ ആവശ്യം. അപ്പൊ അതെന്താണ്, ഷോർട്ട് ഡേ പ്ലാൻസ് ആണ്. ഓക്കെ, അപ്പൊ A3 ആണ് വരുന്നത്. A3 വരുന്നത് ആകെ 4th ഓപ്ഷനിലാണ്. പക്ഷെ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇനി PR എന്ന് പറയുന്നത്, ഇനി നമ്മൾ ലോങ് ഡേ പ്ലാൻസ് നോക്കാം. ലോങ് ഡേ പ്ലാൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡേ ലൈറ്റ് എത്ര വേണം, ഡേ ലൈറ്റ് നല്ല രീതിക്ക് വേണം. മോർ ദാൻ ഹാഫ് ഓഫ് ദ ഡേ ദേ ഷുഡ് ഹാവ് ഡേ ലൈറ്റ്, അതായത് സൂര്യപ്രകാശം വേണം. അപ്പൊ ഇവിടെ മോർ ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ 12-നേക്കാൾ കൂടുതൽ 14 to 16 തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നത് ഡേ ലൈറ്റ് പീരീഡ് എന്നാണ്. അപ്പൊ ലോങ് ഡേ പ്ലാൻസിന് എന്താണ് ഓപ്ഷൻ, എന്താണ് കോളമിലുള്ള ലിസ്റ്റ് 2-ലുള്ള 1 ആണ് വരിക. അപ്പൊ C1 ആണ് വരിക. അപ്പൊ A3C1 അതെന്താ 4th ഓപ്ഷനിൽ കറക്റ്റ് അല്ലേ. ഇനി ബാക്കിയും കൂടെ കൺഫേം ചെയ്യാം. PR എന്ന് പറയുന്നത് എന്താ, PR എന്ന് പറയുന്നത് റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാനോമീറ്റർ എത്ര, റെഡ് ലൈറ്റിന്റെ നാനോമീറ്റർ എന്ന് പറയുന്നത് 660 to 665 ആണ്. ഓക്കെ, അപ്പൊ B4 ആണ് വരിക. PFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ റെഡ് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുക. ഫാർ റെഡ് ലൈറ്റിന്റെ നാനോമീറ്റർ അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ് എന്ത്, 730 to 735 നാനോമീറ്റർ. അപ്പൊ D2. അപ്പൊ മൊത്തം ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ വരെ ഏതാ, ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ ബി, ഹീമോഫീലിയ എ, G6PD ഡെഫിഷ്യൻസി. ഇതിൽ ഏതാണെന്നാണ്. കളർ ബ്ലൈൻഡ്നെസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചില ലൈറ്റ് ചിലതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, കളർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതാണ് കളർ ബ്ലൈൻഡ്നെസ് പറയുന്നത്. ഓക്കെ, അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ലൈറ്റിന് നമ്മളെ ഐസിന്റെ ഉള്ളിൽ എന്താവുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പെർട്ടിക്കുലർ ലൈറ്റിനെ. ഇപ്പോ ഇൻസെൻസിറ്റിവിറ്റി ടു ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് എന്നുള്ളതാണ് എന്തിന്റെ ആൻസർ, കളർ ബ്ലൈൻഡ്നെസ്സിന് ആൻസർ വരുന്നത്. ഓക്കെ, ഇൻസെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും മനസ്സിലാവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ത്, കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, പിന്നെ ഉള്ളത് ഹീമോഫീലിയ ബി, ഹീമോഫീലിയ എ. ഹീമോഫീലിയ രണ്ടും, ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ്. ക്ലോട്ടിങ്ങിന് പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബിയും എയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏത് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് ഡെഫിഷ്യന്റ് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടർ 8 കൊടുത്തിട്ടുണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടർ 9 കൊടുത്തിട്ടുണ്ട്. ഹീമോഫീലിയ ബി വരുന്നത് ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 9 ആണ്. ഹീമോഫീലിയ എ വരുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പം B3-യും C1-ഉം ആണ്. പിന്നെ ഉള്ളത് G6PD ഡെഫിഷ്യൻസി ആണ്. G6PD ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു സിവിയർ അനീമിക് കണ്ടീഷൻ ആണ്. സിവിയർ അനീമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അനീമിയ എന്ന് പറഞ്ഞാൽ ജനറലി ഹിമോഗ്ലോബിന്റെ കുറവാണ്. ഹിമോഗ്ലോബിന്റെ കുറവ് പറയുമ്പോൾ അയൺ ഡെഫിഷ്യൻസി കാരണോ വേറെ പല കാരണങ്ങൾ കൊണ്ടോ ഹിമോഗ്ലോബിന്റെ കണ്ടന്റ് കുറഞ്ഞാൽ അതിനനുസരിച്ച് അയാൾ അനീമിക് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക, A2 വരണം. A2, B3, C1 ആൻഡ് D4. അതേതാ, ഓപ്ഷൻ 4 ആണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ഇപ്പൊ നിങ്ങൾ 4 എണ്ണം നോക്കാതെ ഇപ്പൊ കളർ ബ്ലൈൻഡ്നെസ് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, ഹീമോഫീലിയ അറിയില്ല, ഹീമോഫീലിയ കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ അടുത്തയിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസിന്റെ ഇൻസെൻസിറ്റിവിറ്റി ടു ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് എന്നുള്ള ഓപ്ഷന് 2 and 4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ഓപ്ഷൻ ബാക്കിയുള്ളത് രണ്ടും കട്ടായി പോയി. അപ്പൊ either 2 or 4 ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. പിന്നെ അതിൽ വ്യത്യാസം വരുന്നത് ഹീമോഫീലിയ എയും ഹീമോഫീലിയ ബിയും ആണ്. അപ്പം A, B എന്നുള്ള ഓർഡർ ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ അതേ ഓർഡറിലാണെന്നുള്ളതും ക്ലിയർ ആണ് ശരിക്കും.
ഓക്കെ, അത് ചിലപ്പോൾ ഓർത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എ ബി എന്നുള്ള അതേ ഉള്ളൂ. നോക്കി നോക്ക്, 8 ആണോ 9 ആണോ ആദ്യം വരിക? 8 അല്ലേ ആദ്യം വരിക? എ ആണോ ബി ആണോ ആദ്യം വരിക? എ അല്ലേ ആദ്യം വരിക? അപ്പം ഹിമോഫീലിയ എ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 8 ആണ്. ഹിമോഫീലിയ ബി എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 9 ആണ്. ഓക്കെ, അപ്പൊ ആ ഓർഡറിൽ മനസ്സിലാക്കാം. അപ്പൊ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി രണ്ടെണ്ണം കട്ടായി പോയി. പിന്നെ നിങ്ങൾക്ക് ഒരു ഗസ് നടത്താനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അറിയാതെ വെറുതെ പോയി ഗസ് നടത്തരുത്. ഒരു റീസൺ വെച്ചിട്ട് ഗസ് ചെയ്യുമ്പോൾ എന്താ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. which one of the following is a peat moss? പീറ്റ് മോസ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ആണ്, നിങ്ങൾക്ക് ആലോചിച്ചിട്ട് പറയാനൊന്നും പറ്റില്ല. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ഫാഗ്നം ആണ് ആൻസർ കേട്ടോ. 22 ക്വസ്റ്റ്യൻ 22 ആണ്. ഓപ്ഷൻ 2 സ്ഫാഗ്നം ആണ്. പീറ്റ് മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫാഗ്നം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കാനൊക്കെ യൂസ് ചെയ്യും. ഇപ്പൊ വിറകൊക്കെ കത്തിക്കാൻ യൂസ് ചെയ്യുന്ന പോലെ പീറ്റ് മോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തിക്കാനൊക്കെ പറ്റും. അങ്ങനെ ജനറലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പീറ്റ് മോസ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് മോസ് ആണ് പീറ്റ് മോസ്. അടുത്ത ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ. സ്റ്റെയിനിങ് വിത്ത് ക്രിസ്റ്റൽ വയലറ്റ്, സ്റ്റെയിനിങ് വിത്ത് ഗ്രാം സൈഡിൻ, ഡീകളറൈസേഷൻ, സ്റ്റെയിനിങ് വിത്ത് സാഫ്രനിൻ. ഇതിലെ ആൻസർ എന്താ? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് അല്ലെ? അതിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മൈക്രോസ്കോപ്പിൽ അണ്ടറിൽ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെയിൻ പ്രൊവൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഓക്കെ, വെറും സാമ്പിൾ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മോർഫോളജിയും അതിന്റെ സ്ട്രക്ചറും ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്തേ പറ്റും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യും, അതിനെ കളർ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഒരു കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട്, ഒരു സെക്കൻഡ് സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയ ബാക്കി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ അതിനെ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതാണ് മേജർ ആയിട്ട് ഗ്രാം സ്റ്റെയിനിങ്ങിൽ എന്താ നമുക്ക് ചെയ്യാൻ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്ത് കളർ കൊടുക്കുന്നല്ലാതെ ഇവിടെ ഒന്ന് യൂസ് ചെയ്തിട്ട് അത് സ്റ്റെയിൻ ആവാത്ത ബാക്കിയുള്ളതിനെ നമ്മളൊരു കൗണ്ടർ സ്റ്റെയിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, ഗ്രാം സ്റ്റെയിനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയുടെയും പോപ്പുലേഷനെ നമുക്ക് സാമ്പിളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലിപ്പോ തന്നിരിക്കുന്ന സ്റ്റെപ്സ് എല്ലാം ഗ്രാം വയലറ്റ് വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നത്, ഗ്രാം സൈഡിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നത്, ഡീകളറൈസേഷനും സാഫ്രനിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഇതിന്റെ പ്രൊസീജിയർ തന്നെയാണ്. ഇതിന്റെ ഓർഡർ ആണ് നമ്മൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റെയിൻ ഇൻവോൾവ് ആണെന്ന്. ഒന്ന് ഇനീഷ്യൽ ആയിട്ട് സ്റ്റെയിനിങ് നടക്കും, പിന്നെ ഒരു കൗണ്ടർ സ്റ്റെയിനിങ് നടക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഏതാണ് ഇനീഷ്യൽ സ്റ്റെയിനിങ് ഏതാണ് കൗണ്ടർ സ്റ്റെയിനിങ് എന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എവിടെയും കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ കേസിൽ ക്രിസ്റ്റൽ വയലറ്റ് ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സാഫ്രൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളറാണ് വരിക. സാഫ്രൻ എന്ന് പറയുന്നത് ഒരു ഓറഞ്ചിഷ് പിങ്കിഷ് കളറാണ് വരിക. ഓക്കെ, ഇനി ബാക്കി രണ്ട് പോയിന്റ്സ് ഇല്ലേ, സ്റ്റെയിനിങ് വിത്ത് ഗ്രാം സൈഡിൻ, ഡീകളറൈസേഷൻ. സ്റ്റെയിനിങ് വിത്ത് ഗ്രാം സൈഡിൻ എന്ന് പറയുമ്പോൾ ഒരു കളർ പ്രൊവൈഡ് ചെയ്യാനല്ല നമ്മൾ അവിടെ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാം സൈഡിൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റത്തെ ഇനീഷ്യലി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിലെ ആ സ്റ്റെയിനിനെ ഫിക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രാം സൈഡിൻ. ഫിക്സ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ക്രിസ്റ്റൽ വയലറ്റ് അറ്റാച്ച് ആവും. പക്ഷെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും എന്താവുന്നുണ്ട്, ഈ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ആവുന്നുണ്ട്. ഗ്രാംസ് അയോഡിൻ യൂസ് ചെയ്താലേ എന്താവുള്ളൂ, ഗ്രാം പോസിറ്റീവില് മാത്രമേ ഇത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആവുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തതിനു ശേഷം ഗ്രാംസ് അയോഡിൻ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീകളറൈസ് ചെയ്യും. ബാക്കി എവിടെയൊക്കെ ഇത് അറ്റാച്ച് ആവാത്ത ഫിക്സ് ആവാത്തത് എവിടെയൊക്കെ ഉണ്ടോ അത് മൊത്തം കളർ റിമൂവ് ചെയ്യലാണ് എന്ത്, ഡീകളറൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കളർ റിമൂവ് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാം നെഗറ്റീവിൽ നിന്നും എന്ത് പോയിട്ടുണ്ടാവും, ക്രിസ്റ്റൽ വയലറ്റ് പോയിട്ടുണ്ടാവും. കാരണം ഗ്രാംസ് അയോഡിൻ യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്നത് എന്തിൽ മാത്രമേ നടക്കുള്ളൂ, ഗ്രാം പോസിറ്റീവിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഇപ്പൊ ഗ്രാം നെഗറ്റീവിനും എന്തില്ല, സ്റ്റെയിൻ ഇല്ല. അപ്പൊ അതിനെ കൗണ്ടർ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യും, സാഫ്രനിൻ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ സ്റ്റെയിൻ ഇല്ലാത്ത ഗ്രാം നെഗറ്റീവിൽ ഫുള്ള് സാഫ്രനിൻ വന്ന് അറ്റാച്ച് ആവും. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ അണ്ടർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് എല്ലാം ഒരു വയലറ്റ് ഷെയ്ഡും മറ്റേത് ഒരു പിങ്കിഷ് ഓറഞ്ച് ഷെയ്ഡും വരും. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താ, ABCD. അപ്പൊ 23 1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A clotting disorder which is sex-linked disease. സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, ഹീമോഫീലിയ, ആൽബിനിസം. ഓക്കെ, ക്ലോട്ടിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ ആണ് എന്ത്, ക്ലോട്ടിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് ക്ലോട്ടിംഗ് ഡിസോർഡർ ആയിരിക്കണം, മറ്റേത് സെക്സ് ലിങ്ക്ഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഹീമോഫീലിയ തന്നെയാണ് കേട്ടോ. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ് എന്ത്,
hemophilia. Option 3. The technique used to identify specific DNA in bacterial colonies is in situ hybridization, dot blot, colony hybridization, western hybridization. എന്താ ക്വസ്റ്റ്യൻ എന്താ? ബാക്ടീരിയൽ കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചർ പ്ലേറ്റിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള സർക്കുലർ കോളനീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ടീരിയനെ പ്രൊഡ്യൂസ് ചെയ്യുക, ബാക്ടീരിയന്റെ നമ്പർ ഒക്കെ കൂട്ടാൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ DNA മാത്രമുള്ള കോളനീസിനെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോളനീസിനെ യൂസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ വരെ കോളനി ഹൈബ്രിഡൈസേഷൻ ആണ്. സ്പെസിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള DNA മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കോളനീസ്, അതിനെ മാത്രം സർവൈവ് ചെയ്യിപ്പിച്ച് ബാക്കി ഒന്നിനെയും സർവൈവ് ചെയ്യാതെ ഒഴിവാക്കി വിടുന്നതാണ് എന്ത്, കോളനി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായാലും ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള കോളനീസ് മാത്രം, സ്പെസിഫിക് ആയിട്ടുള്ള കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സീക്വൻസോ നമുക്ക് ആവശ്യമുള്ള DNA ഉള്ള കോളനീസ് മാത്രം ബാക്കിയാക്കുന്ന ഒരു ഫോം ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ് എന്ത്, കോളനി ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം RDNA ടെക്നോളജി ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ബാക്ടീരിയനെ നമ്മൾ എന്താക്കി യൂസ് ചെയ്യും, ലെക്ട്രൈറ്റ് യൂസ് ചെയ്യും. അപ്പം ഈ ജീനും ഉള്ള വെക്ടേഴ്സിന്, ഈ ജീനും ട്രാൻസ്ഫർ ആയിട്ടുള്ള ബാക്ടീരിയനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അടുത്ത പ്രൊസീജിയറിലേക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ജീൻ ട്രാൻസ്ഫർ ആയിട്ടുള്ള, ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ടാർഗറ്റ് DNA ആണ്, അല്ലെ, നമ്മുടെ സ്പെസിഫിക് DNA ആണ്, അത് ട്രാൻസ്ഫർ ആയിട്ടുള്ള കോളനീസ് മാത്രമാണ് നമുക്ക് ബാക്കി വേണ്ടത്. അപ്പൊ കോളനി ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും, ബാക്കി കോളനീസ് ഒക്കെ എന്താവും, ഡിസ്ട്രോയ് ആവും. ഓക്കെ, അപ്പൊ ഇതിന് ഡിസ്ട്രോയ് ആവണം നിർബന്ധമില്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി, കിൽ ഓഫ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ഇനി ഫെർദർ സ്റ്റെപ്പിലേക്ക് ഈ DNA ഉള്ള കോളനീസ് മാത്രം ചൂസ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. നമ്മൾ നേക്കഡായി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടോ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ അതെന്താണ്, കോളനി ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോമ്പണന്റ്സ് ഓഫ് ലിപ്പിഡ് റാഫ്റ്റ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ? കൊളസ്ട്രോൾ, സ്ഫിംഗോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്. ഏതൊക്കെയാണ് ലിപ്പിഡ് റാഫ്റ്റ് ഫോം ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, ഇറ്റ് ഇസ് ഹാവിംഗ് എ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സോളിഡ് സ്ട്രക്ചർ അല്ല, അതിൽ പ്രോട്ടീൻസ് ആയിട്ടും ലിപ്പിഡ്സ് ആയിട്ടും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഒരു ഫിക്സ്ഡ് റിജിഡ് സ്ട്രക്ചർ അല്ല, അതൊരു ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി അതിന് ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നതിന്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു റീജിയൻ ആണ് എന്ത്, ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം പ്ലാസ്മ മെമ്പറിന്റെ അവിടെ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ ആയിട്ട് ലിപ്പിഡ്സിനെ കാണാം. ഓക്കെ, ലിപ്പിഡ് മോളിക്യൂൾസിനെ കാണാം. ആ ലിപ്പിഡ് മോളിക്യൂൾസിന് ആവശ്യം വരുമ്പം ചില സിഗ്നൽ ട്രാൻസ്ഡക്ഷന്റെ സമയത്ത്, സിഗ്നലിംഗ് നടക്കേണ്ട സമയത്തൊക്കെ ഈ ലിപ്പിഡ് റാഫ്റ്റ്സിന് ഒരുമിച്ച് വന്നിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ കോംപ്ലക്സ് റീജിയൻ ഒക്കെ ആയിട്ട് മാറാം. അപ്പൊ ഈ ലിപ്പിഡ് റാഫ്റ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാസ്മ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബോട്ടൊക്കെ പോലത്തെ ഒരു സാധനമാണ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിനിൽ ഈ പറഞ്ഞ ലിപ്പിഡ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാനും കൂടെ ഒരുമിച്ച് വരാനൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്യുന്നത്. അപ്പം ലിപ്പിഡ് റാഫ്റ്റിൽ എന്തൊക്കെ ഫോംസ് ഓഫ് ലിപ്പിഡ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ 4 തന്നിരിക്കുന്നത് ലിപ്പിഡ്സ് ആണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഫാറ്റ് മോളിക്യൂൾ തന്നെയല്ലേ, ലിപ്പിഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ലിപ്പിഡ് റാഫ്റ്റിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത് കൊളസ്ട്രോളും സ്ഫിംഗോലിപ്പിഡും ആണ്. ഓക്കെ, സ്ഫിംഗോലിപ്പിഡ് എന്നൊക്കെ പറഞ്ഞാൽ സ്ഫിംഗോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, ഫോസ്ഫോലിപ്പിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിപ്പിഡ് മോളിക്യൂളിന്റെ കൂടെ വരുന്ന അസോസിയേഷൻ അനുസരിച്ചാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ വരുന്നത് അപ്പൊ എന്താ, A and B ആണ്. അപ്പൊ 26:1 ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ, ഇതിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയന്റെയും ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയന്റെയും എക്സാമ്പിൾസ് അറിഞ്ഞു വെക്കണം. ഇവിടെ ഗ്രാം നെഗറ്റീവ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താ, ഈക്കോളൈ ആണ് കേട്ടോ. ഈക്കോളൈ ബാക്ടീരിയ ആണ് എന്ത്, ഗ്രാം നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാം നെഗറ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രാം സ്റ്റെയിനിങ് വെച്ച് നോക്കുമ്പോൾ ഈക്കോളൈനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് കളറാ വരിക, വയലറ്റ് ആണോ അതോ മറ്റേ ഓറഞ്ചിഷ് പിങ്കിഷ് കളറാണോ വരിക? ഗ്രാം നെഗറ്റീവ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗ്രാം സ്റ്റെയിനിങ്ങിൽ എപ്പോഴും കൗണ്ടർ സ്റ്റെയിനിന് ശേഷം വരുന്നതാണ് എന്ത്, ഗ്രാം നെഗറ്റീവ് അല്ലെ. അപ്പൊ ഇവിടെ ഈക്കോളൈ ഉള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും, ഓറഞ്ചിഷ് പിങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ഈക്കോളൈ. എസ്കരീഷ്യ കൊളൈ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സാധാരണ പറയുന്ന ഈക്കോളൈ ആണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം, ബാക്കി നമുക്ക് അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.